നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കനത്ത മഴയിൽ തൃത്താല ഞാങ്ങാട്ടിരിയിൽ മരം വീടിന് മുകളിലേക്ക് കടപുഴകി വീണു. ഞാങ്ങാട്ടിരി വടക്കേതിൽ പുൽപ്പറമ്പിൽ സരസ്വതിയുടെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. കാലത്ത് 7 മണിയോടെയായിരുന്നു സംഭവം. ഈ സമയത്ത് വീട്ടുകാർ ഉള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിലും അപകടമൊന്നും സംഭവിച്ചില്ല. മരം വീണ് വീടിന് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വാവന്നൂർ സ്വദേശിയെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചു. തെക്കേ വാവന്നൂർ കൊട്ടാരത്തിൽ വീട്ടിൽ ഷമീറിനെയാണ് ചാലിശ്ശേരി പോലീസ് കാപ്പ ചുമത്തി വിയ്യൂർ സെൻട്രൽ ജയിലിൽ അടച്ചത്. നിരവധി സ്റ്റേഷനുകളിലായി പിടിച്ചുപറി, മയക്കുമരുന്ന്, പോലീസിനെ ആക്രമിക്കൽ ഉൾപ്പെടെ കേസുകളിൽ പ്രതിയാണ് ഷമീർ. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് IPS സമർപ്പിച്ച ശുപാർശയെ തുടർന്നാണ് ജില്ലാ കളക്ടർ കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഷൊർണൂർ DYSP PC ഹരിദാസ്, ചാലിശ്ശേരി ഇൻസ്പെക്ടർ K സതീഷ് കുമാർ എന്നിവരുടെ നിർദ്ദേശാനുസരണം ചാലിശ്ശേരി SI VR റെനീഷ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിച്ചു. സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടികളാണ് ചാലിശ്ശേരി പോലീസ് സ്വീകരിച്ചു വരുന്നത്. 1 വർഷത്തിനുള്ളിൽ 12ഓളം പേരെയാണ് ചാലിശ്ശേരി പോലീസ് കാപ്പ പ്രകാരം ജയിലിൽ അടയ്ക്കുകയും നാട് കടത്തുകയും ചെയ്തിട്ടുള്ളത്. ചാലിശ്ശേരി പെരുമണ്ണൂർ സെന്ററിലെ പൊട്ടിയ കുടിവെള്ള പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തി പൂർവ്വസ്ഥിതിയിലാക്കി. CCTV വാർത്തയെ തുടർന്നാണ് നടപടി. കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകാൻ തുടങ്ങി 2 ആഴ്ച പിന്നിട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആയിരക്കണക്കിന് ലിറ്റർ ജലമാണ് ഓരോ ദിവസവും പാഴായി പോയിരുന്നത്. മിക്ക ദിവസവും രാത്രിയിലാണ് പമ്പിംഗ് നടക്കുന്നത് എന്നതിനാൽ ജലം പാഴാകുന്നത് ആളുകൾ അറിയാതെ പോവുകയായിരുന്നു. റോഡിനും പൈപ്പ് പൊട്ടി തകർച്ച സംഭവിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം CCTV ന്യൂസ് വാർത്ത നൽകിയിരുന്നത്. വ്യാഴാഴ്ച രാവിലെ തൊഴിലാളികളെത്തി പൊട്ടിയ പൈപ്പ് അറ്റകുറ്റപ്പണികൾ നടത്തി പൂർവ്വസ്ഥിതിയിലാക്കി. കോതച്ചിറയ്ക്കടുത്ത് കടങ്ങോട് വൻ ചാരായവേട്ട. 40 ലിറ്റർ ചാരായവും 300 ലിറ്റർ വാഷുമായി 2 പേരെ എക്സൈസ് സംഘം പിടികൂടി. കടങ്ങോട് സ്വദേശികളായ മംഗലത്ത് വളപ്പിൽ വീട്ടിൽ ഉദയകുമാർ, വലിയ വളപ്പിൽ വീട്ടിൽ അശോകൻ എന്നിവരാണ് പിടിയിലായത്. വ്യാഴാഴ്ച രാവിലെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം പരിശോധന നടത്തുന്നതിനിടെ ബൈക്കിൽ 5 ലിറ്റർ ചാരായവുമായി പോകുകയായിരുന്ന ഉദയകുമാറിനെ പിടികൂടുകയായിരുന്നു. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കടങ്ങോട് പ്രവർത്തിക്കുന്ന ക്വാറി പരിസരത്ത് ചാരായം മാറ്റുന്നതായി വിവരം ലഭിച്ചു. തുടർന്ന് ക്വാറി പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് 300 ലിറ്റർ വാഷും 35 ലിറ്റർ ചാരായവും വാറ്റുന്നതിനുപയോഗിക്കുന്ന ഉപകരണങ്ങളുമടക്കം അശോകനെ പിടികൂടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് വിൽപ്പന നടത്തുന്നതിനായി ചാരായം മാറ്റി സൂക്ഷിക്കുന്നുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ 40 ലിറ്റർ ചാരായവും 300 ലിറ്റർ വാഷും ഉൾപ്പെടെ പിടിയിലായതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ P ഹരീഷ് വ്യക്തമാക്കി. ഗ്രാനൈറ്റ് കോറികളുടെ ഭാഗത്ത് ചാരായം മാറ്റുന്നത് നടത്തുന്നുണ്ടെന്ന വിവരം ചെയ്യാനും പ്രകാരം ഞങ്ങളുടെ കോറിയുടെ പരിസരത്ത് ചെന്നപ്പോൾ അവിടെ ചാരായം മാറ്റം നടത്തുകയായിരുന്നു. അവിടെ നിന്നൊരു 35 ലിറ്റർ ചാരായവും ഒരു ബൈക്കും വാഷ് 300 ലിറ്റർ വാഷ് മറ്റു ഉപകരണങ്ങൾ എല്ലാം കൂടി കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അശോകൻ എന്ന ആളെ പേരിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2 പ്രതികളെയും ഓഫീസിൽ ഹാജരാക്കി വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുള്ളതാണ്. വരും ദിവസങ്ങളിൽ എക്സൈസിന്റെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന നടത്തുമെന്നും എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ P ഹരീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ PG ശിവശങ്കരൻ, KN മോഹൻദാസ്, NR രാജു, AC ജോസഫ്, സുനിൽദാസ്, സിദ്ധാർത്ഥൻ, പ്രിവന്റീവ് ഓഫീസർ സന്തോഷ് CB, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലത്തീഫ്, ഗണേശൻ പിള്ള, ശ്രീരാഗ്, സതീഷ് എന്നിവരും പരിശോധന നടത്തിയ എക്സൈസ് സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. പരുതൂർ വൈദ്യനാഥ ക്ഷേത്രത്തിൽ വൈദ്യനാഥ സുപ്രഭാതം CD പ്രകാശനവും ആധ്യാത്മിക പ്രഭാഷണവും നാളെ നടക്കും. വിവിധ മേഖലകളിൽ പുരസ്കാരങ്ങൾ നേടിയവർക്ക് ആദരവും നൽകും. പരുതൂർ വൈദ്യനാഥ മഹാദേവ ക്ഷേത്രത്തിലാണ് ആധ്യാത്മിക പ്രഭാഷണവും അനുമോദന സദസ്സും വൈദ്യനാഥ സുപ്രഭാതം CD പ്രകാശനവും നടത്തുന്നത്. ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. വിശിഷ്ട വ്യക്തികളെ താലപ്പൊലിയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. തുടർന്നു നടക്കുന്ന ആദര സദസ്സ് പ്രശസ്ത സംഗീതജ്ഞൻ ഡോക്ടർ ചേർത്തല ഗോവിന്ദൻകുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. CD പ്രകാശനം ക്ഷേത്രതന്ത്രി ഈക്കാട്ടുമന നാരായണ നമ്പൂതിരിയുടെയും ക്ഷേത്ര മേൽശാന്തി രാജീവ് അഗസ്ത്യമല്ലയുടെയും സാന്നിധ്യത്തിൽ VSA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഡോക്ടർ V വിജയകുമാർ നിർവഹിക്കും. ചേർത്തല ഗോവിന്ദൻകുട്ടി മാസ്റ്റർ CD ഏറ്റുവാങ്ങും. കവി വൈക്കം രാമചന്ദ്രന്റെ ആധ്യാത്മിക പ്രഭാഷണവും ഉണ്ടായിരിക്കും. തന്ത്രി ഈക്കാട്ടുമന നാരായണ നമ്പൂതിരിപ്പാട് അനുഗ്രഹ പ്രഭാഷണം നടത്തും. തുടർന്ന് വിവിധ പുരസ്കാരങ്ങൾ ലഭിച്ച കലാപ്രതിഭകൾക്കുള്ള ആദരവും നൽകും. മൃദംഗ വിദ്വാൻ K ജയകൃഷ്ണൻ, പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് അടക്കാപുത്തൂർ,
കലാമണ്ഡലം കനകകുമാർ, കലാമണ്ഡലം സംഗീത പ്രസാദ് എന്നിവർക്കാണ് ആദരം നൽകുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തകൾ തുടരുന്നു. ചാലിശ്ശേരി മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വിദ്യാർത്ഥികൾക്കായി കരിയർ ഫെസ്റ്റ് ഒരുക്കുന്നു. ശനിയാഴ്ച രാവിലെ 9:30 മെയിൻ റോഡ് PP ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കരിയർ ഫെസ്റ്റിൽ സംസ്ഥാന VHS NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ രഞ്ജിത്ത് ക്ലാസ് നയിക്കും. 10ാം തരത്തിലും ഹയർ സെക്കൻഡറി, VHSC ബിരുദ വിദ്യാർത്ഥി എന്നിവർക്കായി പുതിയ കോഴ്സുകളും ജോലികളും പരിചയപ്പെടുത്തുന്നതിനായാണ് കരിയർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ക്ലബ്ബ് പ്രസിഡന്റ് MM അഹമ്മദുണ്ണി, സെക്രട്ടറി ബിജു കടവാരത്ത്, ട്രഷറർ TK മണികണ്ഠൻ എന്നിവരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി നേതൃത്വം നൽകും. ഞാങ്ങാട്ടിരി ശ്രീ മഹർഷി വിദ്യാലയ സീനിയർ സെക്കൻഡറി സ്കൂൾ രജത ജൂബിലിയുടെ നിറവിൽ 1 വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. സ്വാമി ചിദാനന്ദപുരി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മഹർഷി മഹേഷ് യോഗിയുടെ ചേതനാധിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കി 1998 പട്ടാമ്പിയിൽ ആരംഭിച്ച ശ്രീ മഹർഷി വിദ്യാലയം ഇന്ന് രജത ജൂബിലിയുടെ നിറവിലാണ്. 2001 മഹർഷി എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കുകയും ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിലാണ് ശ്രീ മഹർഷി വിദ്യാലയം ഞാങ്ങാട്ടിലേക്ക് മാറി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തത്. 1 വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യങ്ങളായ പരിപാടികളോടെയാണ് സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷം കൊണ്ടാടുന്നത്. ആഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം സംപൂജ്യ സ്വാമി ചിദാനന്ദപുരി ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു. സംശയമൊന്നും വിചാരിച്ചോളൂ. വലിയ വിഷമിക്കുന്നുണ്ട്. 3ാം ക്ലാസ്സിലെ കുട്ടി 2ാം ക്ലാസ്സിലെ കുട്ടിയോട് പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് അത് ശരിയാക്കില്ല. നമുക്കൊക്കെ ഈ സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കാൻ അറിയാം. പക്ഷെ എന്തെങ്കിലുമൊക്കെ ചില അറിയായ്മകൾ വന്നാൽ ഒരു 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെടുത്ത് പോയാൽ മതി, അത് ശരിയാക്കില്ല 5 മിനിറ്റ്. പക്ഷേ ലോകം മുഴുവൻ അതിഭീകരമായ ഒരു കാഴ്ച ഞാൻ കാണുന്നത് ശരിയോ തെറ്റോന്ന് നിങ്ങൾ വിലയിരുത്തുക. അത് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ പോയി സംസാരിച്ചാലും ശരി, ഇന്ന് ഓസ്ട്രേലിയയിലായാലും ശരി, വിദ്യാർത്ഥികളോട് ഇടപെടുന്ന സമയത്ത് ഭാഷാപരമായി നമ്മൾ താഴേക്ക് വരും. ഇതൊരു ഭാഷയിലല്ല, മലയാള ഭാഷയിലല്ല. മലയാള ഭാഷ നമ്മൾ എത്ര വികലമായിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാനില്ല. ഭയങ്കര സന്തോഷമായിട്ട് കേൾക്കുമ്പോൾ അതിനൊക്കെ നല്ല ചാട്ടവാറിട്ട് അടിക്കുന്നത് എന്നും തോന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് സ്വാമിനെ ഭയങ്കര ഇഷ്ടമായി. എൻ്റെ മോളെ കാര്യം മാത്രം പറയുന്നത് ഞാൻ പറയും. ഭയങ്കര ഇഷ്ടമാവുക, ഭയങ്കര സന്തോഷമാവുക. ഇങ്ങനെയൊക്കെ വികലങ്ങളായ ഭാഷാ പ്രയോഗങ്ങൾ എന്തെങ്കിലും നല്ലത് ചെയ്തിട്ട് അടിപൊളി എന്നാണ് പറയുക, അടിച്ചു പൊളിക്കുക. എന്തൊരു കഷ്ടം, ഒരു വിപരീത സന്ദേശമാണ് വാക്കിലൂടെ ലഭിക്കുന്നത്. ഇത് കേവലം മലയാളത്തിന്റെ പ്രശ്നമാണ്. SMC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോജ് അധ്യക്ഷനായിരുന്നു. പിന്നണി ഗായിക രാധിക അശോക് ചടങ്ങിൽ മുഖ്യാതിഥിയായി. മാഗസിൻ പ്രകാശനം ചെയർമാൻ TK വിനയഗോപാൽ നിർവഹിച്ചു. T രവീന്ദ്രനാഥൻ, പ്രിൻസിപ്പൽ A വിജയകുമാർ, ഡോക്ടർ TG വിജയകുമാർ, വിജയൻ ചാത്തന്നൂർ, T ശ്രേയ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയിൽ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനായിരുന്ന കുണ്ടുള്ളി കുട്ടിനാരായണൻ അനുസ്മരണം നടന്നു. സഹയാത്ര പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗം സിനിമാ സീരിയൽ താരം സനശ്രീ ഉദ്ഘാടനം ചെയ്തു. VK സുബ്രഹ്മണ്യൻ, PB സുനിൽകുമാർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഹെൽപ്പ് സേവ് ലൈഫ് ടെക്സെക്സ് സഹയാത്രയിലെ ഡേ കെയർ അംഗങ്ങളായ പഠിതാക്കൾക്കും അവരുടെ മക്കൾക്കും നൽകുന്ന പഠനോപകരണങ്ങൾ സനശ്രീയിൽ നിന്ന് സഹയാത്രാ രക്ഷാധികാരികളായ മാളിയക്കൽ ബാവ, ഷാജി P കാസ്മി എന്നിവർ ഏറ്റുവാങ്ങി.
കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ ഡേ കെയർ അംഗങ്ങളുടെ മക്കളായ ആയിഷ ജസ്ലിൻ, സാന്ദ്ര, ഉനൈസ് PK എന്നിവർക്ക് സഹയാത്രാ രക്ഷാധികാരി MM അഹമ്മദുണ്ണി, അബ്ദുറഹ്മാൻ കണിച്ചിറക്കൽ, ഗോപികൃഷ്ണൻ കുണ്ടുള്ളി എന്നിവർ ഉപഹാരം നൽകി. സഹയാത്രാ ചാരിറ്റബിൾ സൊസൈറ്റിയും മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി നടത്തിയ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഘനഗംഭീരമായ ശബ്ദം കൊണ്ട് കാണികളെ വിസ്മയിപ്പിച്ച അനൗൺസർ ഷാൻ കക്കാട്ടിരിയെ വേദിയിൽ സനശ്രീ ഉപഹാരം നൽകി ആദരിച്ചു. CCTV ന്യൂസ്, തൃത്താല. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.